എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു മെഡിറ്റേഷനാണ്. ഇതൊരു പ്രത്യേക മെഡിറ്റേഷനാണ്. അതായത് പ്രപഞ്ച ശക്തി ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആകർഷിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ച ശക്തിയെ ആശ്രയിച്ച് ഈ പണം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിലെ ആ ശക്തി ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്കറിയാം, ഒരു കാന്തം ആകർഷണ ശക്തിയുള്ളതാണ്. അതായത് കാന്തത്തിനോട് ആകർഷിക്കപ്പെടുന്നതൊക്കെ കാന്തത്തിനോട്, അതായത് ഒരു സൂചി, ഇങ്ങനെയുള്ള പിന്നുകൾ, മൊട്ടുസൂചി, ഇതൊക്കെ കാന്തത്തിൽ ആകർഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റൽസ് എല്ലാം കാന്തത്തിനോട് ആകർഷണ ശക്തിയുള്ളത്, കാന്തത്തിന് ആകർഷണ ശക്തിയുള്ളതാണ്, കാന്തത്തിന് ആകർഷിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ മനസ്സിനെ ഒരു കാന്തമാക്കി മാറ്റുകയാണെങ്കിൽ, അതായത് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് ഒരു കാന്തമാക്കി മാറ്റുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും ഇതുപോലെ ആഗ്രഹിക്കുന്നത് ആകർഷിച്ചെടുക്കാൻ കഴിയും. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഊർജ്ജവലയം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ ആ ഊർജ്ജവുമായി അത് മാച്ച് ചെയ്യുമ്പോൾ ആ വസ്തു നമ്മളിലേക്ക് പതുക്കെ ആകർഷിച്ചു വരും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ, ചിലർക്കൊക്കെ പെട്ടെന്ന് തന്നെ, അതായത് ഇൻസ്റ്റൻ്റായിട്ട് വരെ ബലം കിട്ടിയവരുണ്ട്. പക്ഷേ ചിലർക്ക് അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് മാനിഫെസ്റ്റായി വരുന്നുണ്ട്. അതിന് നിരന്തര പ്രാക്ടീസ് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലെ വിശ്വാസവും നമ്മളെങ്ങനെ, അതായത് നമുക്കറിയാം പ്രപഞ്ചത്തിന് നമുക്ക് എല്ലാം ചെയ്തു തരാൻ പറ്റും. എല്ലാം പ്രപഞ്ചത്തിലുണ്ട്. ധനം, നമുക്ക് ആകർഷിക്കുന്ന നമ്മുടെ സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്, ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു വസ്തു. ഇപ്പോൾ നമുക്ക് TV വേണം എങ്കിൽ TV, ഇതെല്ലാം ആകർഷിക്കാനുള്ള ശക്തി അതൊക്കെ എല്ലാം പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ നമ്മളിലേക്ക് അവയുടെ ഊർജ്ജവുമായി നമ്മുടെ ഊർജ്ജം ചേരുകയാണെങ്കിൽ അവ നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതായത് നമ്മുടെ മനസ്സിലെ ആ നെഗറ്റീവ് ചിന്തകളെ അകറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും പോസിറ്റീവായി മാറും. അപ്പോൾ നമുക്കറിയാം, ഒരുപോലെയുള്ളതിനെ ആകർഷിക്കുന്നു. അതുപോലെ പോസിറ്റീവിനെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നതോറും നെഗറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വന്നു ചേരുന്നതും. അപ്പോൾ ഒരു വസ്തു നമുക്ക് കിട്ടാനുള്ള ആ ഒരു യോഗ്യത നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ആദ്യം നമ്മൾ പോസിറ്റീവാക്കുക. അതായത് അത് എനിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾക്കത് കിട്ടിയതായി നമ്മൾ ഫീൽ ചെയ്യണം. അങ്ങനെ കുറച്ച് നാൾ നമ്മൾ മനസ്സിനെ ആ ഒരു ഫീൽ നമ്മുടെ ഉള്ളിൽ ശരിക്ക് ഏൽക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ശരിക്കും ആ വസ്തു നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും. അത് നമുക്ക് എങ്ങനെയെങ്കിലും വന്നു ചേരും. അല്ലാതെ ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് തന്നെ നടക്കും. അതായത് അവരുടെ മനസ്സിൻ്റെ ആ ഒരു നിലവാരം അത്രയും സ്ട്രോങ് ആണ്. അതായത് അവരുടെ മനസ്സിലെ ആ പോസിറ്റീവ് ഊർജ്ജം അത്രയും സ്ട്രോങ് ആണ്, വിശ്വാസം അത്ര സ്ട്രോങ് ആണ് എന്നുള്ളവർക്ക് അത് പെട്ടെന്ന് വന്നു ചേരും. ഈ മെഡിറ്റേഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് സങ്കല്പിക്കേണ്ടത് എന്നെല്ലാം പറയാം. ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു മാറ്റോ വിരിച്ച് അതിൽ ഇരിക്കുക, ചമ്രം പണിഞ്ഞിരിക്കുക. എന്നിട്ട് കൈകൾ രണ്ടും മുട്ടിന് മീതായി മലർത്തി വയ്ക്കുക. ഈ മലർത്തി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആ പ്രപഞ്ച ഊർജ്ജത്തെ, പ്രാപഞ്ചിക ശക്തിയെ കയ്യിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ വാങ്ങിയെടുക്കുകയാണ്, പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അങ്ങനെയുള്ള രീതിയിലിരിക്കുക. മനസ്സിൽ ഒരു കൃതജ്ഞതാ മനോഭാവം കൊണ്ടുവരിക. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി. പ്രപഞ്ചത്തിനോടും എല്ലാറ്റിനോടും, പ്രപഞ്ചത്തിലെ എല്ലാ സഹജീവികളോടും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ശാന്തമായി ഇരിക്കുക. 2 കണ്ണുകളും അടയ്ക്കുക. ചമ്രം പടിഞ്ഞിരുന്ന ഇരു കൈകളും കാൽമുട്ടിൻ്റെ മുകളിലായി മലർത്തി വയ്ക്കുക.
ഈ കൈകൾ മലർത്തി വയ്ക്കുന്നത് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് നിറയുന്നു എന്ന് സങ്കല്പിച്ചാവണം. ദീർഘമായി ശ്വാസമെടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. എഫേർട്ട്ലെസ് ആയിരിക്കണം. ദീർഘശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ദീർഘശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നന്നായി അയഞ്ഞിരിക്കുന്നു. പ്രപഞ്ചശക്തിയോട് ഒരുപാട് നന്ദി മനസ്സിൽ നിറയട്ടെ. എന്നിട്ട് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിൻ്റെ ചെക്ക് ഉള്ളതായി സങ്കല്പിക്കുക. ആ വലിയ ചെക്ക് നിങ്ങളുടെ 2 കൈകളിലുമുണ്ട്. ഈ 2 കൈകൾ കൊണ്ടും നിങ്ങൾ പിടിച്ചിരിക്കുകയാണ്. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളുടെ പേരിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ പേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന തുകയും ആ ചെക്കിൽ എഴുതിയതായി സങ്കല്പിച്ച് ആ ചെക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായി സങ്കല്പിച്ച് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. വീണ്ടും നിങ്ങൾ ആ തുക കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം മനസ്സിൽ കാണുക. നിങ്ങളുടെ കടം വീട്ടാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാനാണോ, കുറച്ച് സ്വർണം വാങ്ങാനാണോ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം മനസ്സിൽ കാണുക. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച, എന്തിനു വേണ്ടിയാണോ ആ പണം ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നതായി മനസ്സിൽ ഫീൽ ചെയ്യുക. ഞാൻ ഇപ്പോൾ വളരെ സന്തോഷിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള പണം തന്നതിന് പ്രപഞ്ചശക്തിക്ക് ഒരുപാട് നന്ദി. ഞാൻ വളരെ സന്തോഷത്തിലാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അതുപോലെ എൻ്റെ മനസ്സും ആ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ആ സന്തോഷം കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ പ്രകമ്പനം കൊള്ളുന്നു. ഞാൻ ആനന്ദ നിർവൃതിയിലാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു. ഞാൻ ആഗ്രഹിച്ച തുക എനിക്ക് പ്രപഞ്ചശക്തി തന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുത്തു. അതിന് പ്രപഞ്ചശക്തിക്ക് വളരെ നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളുടെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. ആ സന്തോഷത്തിന് പ്രപഞ്ചശക്തിയോട് അത്യന്തം നന്ദി പറയുക. നിങ്ങളുടെ ഓരോ കോശത്തിലും ആ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ മനസ്സിൽ ആ സന്തോഷം കൊണ്ട് നിറയട്ടെ. നന്ദിയും സന്തോഷവും മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളൂ. വേറൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് പ്രപഞ്ചശക്തിയോടുള്ള നന്ദിയും സന്തോഷവും മാത്രം. വീണ്ടും ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. കൈകൾ തിരുമ്മുക. എന്നിട്ട് കണ്ണുകൾ സാവധാനം തുറക്കുക. മനസ്സിൽ ഒരു കൃതജ്ഞതാഭാവം നിറയട്ടെ. നിങ്ങൾ വളരെ സന്തോഷത്തോടെ എനർജറ്റിക്കായി മറ്റു കാര്യങ്ങളിൽ ഇടപെടുക. ഇത്രയുമാണ് ധ്യാനം. ഇത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണമാകട്ടെ, എന്തെങ്കിലും വസ്തുക്കളാകട്ടെ, എല്ലാം ഈ ധ്യാനം ഉപയോഗിച്ച് നിങ്ങൾ എന്നും ഇങ്ങനെ 2 നേരമൊക്കെ ഈ ധ്യാനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ ആ പോസിറ്റീവ് എനർജി നിറയുകയും, മാത്രമല്ല ഇടയ്ക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മൾ
ഇടയ്ക്ക് ആ സന്തോഷം, നമ്മുടെ കാര്യം നടന്ന സന്തോഷം ഫീൽ ചെയ്യുക. അങ്ങനെ ആ പോസിറ്റീവ് എനർജി നിറയട്ടെ. അങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നമ്മൾ അവസാനം ആ കാര്യം നമ്മുടെ കയ്യിലേക്ക് നമ്മളെ തേടി എത്തുന്നതായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്നും ഈ ധ്യാനം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിലങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് ആ പോസിറ്റീവ് എനർജിയുമായിട്ട് ട്യൂൺ ചെയ്യും. അതായത് നമ്മുടെ മനസ്സ് റീപ്രോഗ്രാംഡ് ആവും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഊർജ്ജനില വ്യത്യാസം വന്നിട്ടുണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ വസ്തു എത്തിച്ചേരും. കൂടുതൽ അതിന് പറയുന്നത് നമ്മൾ ആ കാര്യം നടന്നു എന്ന ഫീൽ അത് നന്നായി നമുക്ക് കിട്ടണം. ആ കാര്യം നടന്ന ആ ഫീല് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിന് നന്ദി ഉണ്ടായിരിക്കുക, അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. അതെപ്പോഴും അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നമ്മളിലേക്ക് വന്നു ചേരും. എന്താണ് മാനിഫെസ്റ്റേഷൻ? ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആകർഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.